ഇസ്ലാമിക സമൂഹത്തെ നിണമണിയിച്ച കർബല എന്ന ചരിത്ര സംഭവത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക്. അങ്ങനെ ഇബ്നു മുൽജം ഹത്താമയെ പരിചയപ്പെടുന്നു. അങ്ങനെ ഹത്താമയുടെ വീട്ടിൽ നിന്നും ഇബ്നു മുൽജം അലി റളിയല്ലാഹുവിനെ കൊല്ലാനുള്ള പ്രതിജ്ഞയുമായി ഇറങ്ങുന്നു. അതിനുശേഷം ഇബ്നു മുൽജം ഹവാരിജിയാക്കൾ എന്ന ഒരു വിഭാഗവുമായി ഒത്തുചേരുന്നു. അപ്പോൾ നമുക്ക് ഹവാരിജിയാക്കളെ കുറിച്ച് ഒരു ചെറിയ വിവരണം ആവശ്യമാണ്. ഇസ്ലാമിക ജിഹാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന അൽ ഖ്വയ്ദ, ഐസിസ് പോലുള്ള തീവ്രവാദി സംഘടനയെക്കുറിച്ച് ചിലപ്പോഴെങ്കിലും ആധുനിക ഹവാരിജികൾ എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദി സംഘടനകളെക്കുറിച്ച് അവർ ആധുനിക യുഗത്തിലെ ഹവാരിജികളാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. ആധുനിക ഹവാരിജികൾ അപ്പോൾ ആരാണ്? ഇനി ശരിക്കുള്ള ഹവാരിജികളെ കുറിച്ചാണ് പറയുന്നത്. ഈ ഹവാരിജികൾക്ക് വ്യത്യസ്തമായ പല പേരുകളുമുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഇവർ അറിയപ്പെടുന്നത് ഹവാരിജ അല്ലെങ്കിൽ ഹാരിജി എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ്. ഹറജു അല അലി, അലിയുടെ സൈന്യത്തിൽ നിന്നും വിട്ടുപോയവർ, അല്ലെങ്കിൽ ഹറജ എന്ന് പറഞ്ഞാൽ പുറത്തു പോകുക അല്ലെങ്കിൽ വിട്ടുപോകുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആ തരത്തിൽ പുറത്തു പോയവർ എന്നുള്ള അർത്ഥത്തിൽ ഹവാരിജ് അല്ലെങ്കിൽ ഹാരിജി എന്ന് തന്നെയാണ് കൂടുതൽ, ആ പേരിൽ തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. ഇവർ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹറൂറി എന്ന്. ഹറൂറ എന്ന് പറയുന്നത് കൂഫയുടെ പുറത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഹറൂറ, ഈ ഹറൂറയിൽ താമസിച്ച ആളുകൾ അല്ലെങ്കിൽ ഹറൂറയിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ ഹറൂറി എന്ന് ഇവരെ പറയാറുണ്ട്. അപ്പോ സഹാബാക്കളും ചില ഹദീസ് ഗ്രന്ഥങ്ങളിലുമൊക്കെ ഇവരെക്കുറിച്ച് പറയപ്പെടുന്നത് ഹറൂറി എന്ന് തന്നെയാണ്. ഈ ബസറയിലുള്ളവരെ ബസരി, മക്കയിലുള്ളവരെ മക്കി, കൂഫയിലുള്ളവരെ കൂഫി എന്നൊക്കെ പറയുന്നത് പോലെ ഹറൂറയിലുണ്ടായിരുന്ന ജനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ എന്ന അർത്ഥത്തിൽ ഹറൂറി എന്നും ഇവരെക്കുറിച്ച് പറയാറുണ്ട്. പിന്നീട് അവർ അവരെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് അശൂറ എന്ന്, വിൽക്കപ്പെട്ടവർ എന്ന്. ദൈവമാർഗത്തിൽ സ്വയം സമർപ്പിക്കപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ദൈവമാർഗത്തിൽ സ്വയം വിൽക്കപ്പെട്ട ആളുകൾ എന്ന രീതിയിൽ അശൂറ എന്ന് അവർ അവരെ സ്വയം വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ്. വേറെയും ചില പേരുകളൊക്കെ ഉണ്ട്. പക്ഷെ ചരിത്രത്തിൽ ഇവരെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഹവാരിജ് അല്ലെങ്കിൽ ഹാരിജി എന്നുള്ള ആ ഒരു പേരിൽ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ ഹവാരിജികൾ ഉണ്ടാകുന്നത് അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു കാലഘട്ടത്തിലാണ് എന്ന് പറഞ്ഞുവല്ലോ. പക്ഷേ ആ ഒരു ആശയക്കാർ അഥവാ ആ ഒരു അതിതീവ്ര സ്വഭാവക്കാർ പരിശുദ്ധ പ്രവാചകന്റെ കാലത്തും ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഹദീസുകളിലൊക്കെ നമുക്ക് ഇവരെക്കുറിച്ച് പല സൂചനകളും കാണാം. ഈ ഹുനൈൻ യുദ്ധം കഴിഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗനീമത്ത് മുതൽ അഥവാ യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത മുതൽ അത് പങ്കുവച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ ചിലർ അവർക്ക് മാന്യമായ രീതിയിലുള്ള ഒരു വിഹിതം കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു സംസാരം ആ സമയത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൽ ഈ നജദ് വിഭാഗത്തിൽ നിന്നുള്ള ചില ഗോത്രവർഗക്കാരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. നജദ് വിഭാഗം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ബതുക്കളായിട്ടുള്ള കാട്ടറബികൾ എന്നൊക്കെ പറയുന്ന അത്തരത്തിലുള്ള തീരെ സംസ്കാരശൂന്യരായിട്ടുള്ള അപരിഷ്കൃതരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ്. അഹങ്കാരികളായിട്ടുള്ള ക്രൂരന്മാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകളാണ് അവർ. അവരുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാൾ, അയാളുടെ പേര് ഉവൈസുൽ തമീമി എന്നാണ്. തമീം ഗോത്രത്തിൽപ്പെട്ട ഒരാൾ. അക്കാലത്ത് ഏറ്റവും വലിയ ഒരു അറബ് ഗോത്രമായിരുന്നു ഈ തമീം ഗോത്രം. അവരുടെ ആ ഒരു പരമ്പര ഇന്ന് അറേബ്യയുടെ പല ഭാഗത്തുമുണ്ട്. ഖത്തർ രാജകുടുംബം, അതായത് ഈ മാൽസാരിയൊക്കെ ഈ ഒരു ഇവരുടെ താവഴിക്കാരാണ്. അപ്പോൾ ഈ തമീം ഗോത്രത്തിൽപ്പെട്ട ഉവൈസ് എന്ന ആൾ റസൂലിന്റെ നേരെ അങ്ങോട്ട് നടന്നു ചെന്നു. ഇയാളെ കുറിച്ച് പറയുന്നത് ഇയാൾ തല മുട്ടയടിച്ച് നല്ല വലിയ താടിയൊക്കെയുള്ള ഒരു ആളായിരുന്നു എന്നാണ്. ഇയാൾ നേരിട്ട് പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിൽ നീ നീതി കാണിക്കണം എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നു, ഇത്തക്കില്ല, നീ റബ്ബിനെ സൂക്ഷിക്കണമെന്ന്.
നീ റബ്ബിനെ പേടിക്കണം, ഇതിൽ നീ നീതി കാണിക്കണം എന്ന് ആരോടാണ് പറയുന്നത്? പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് പറയുന്നത്. റസൂൽ ചോദിച്ചു, എന്നോടാണോ ഇത് പറയുന്നത്? എനിക്ക് നീതി കാണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആർക്കാണ് നീതി കാണിക്കാൻ കഴിയുക എന്ന് ചോദിച്ച റസൂൽ ആ മുതൽ പങ്കുവച്ചപ്പോൾ അയാൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പങ്ക് അയാൾക്ക് കിട്ടുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് വന്നിട്ട് പറയുന്നത്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ നീതി കാണിക്കണം. ഒരു ധിക്കാര സ്വരത്തിൽ അത്തരത്തിൽ റസൂലിനോട് അനാദരവ് കാണിച്ചതിന്റെ പേരിൽ അവിടെ കൂടിയുണ്ടായിരുന്ന ചില സഹാബിമാർ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ അവനെ അങ്ങ് വധിച്ചു കളയട്ടെയോ? എന്നാൽ റസൂൽ പറഞ്ഞു, സാരമില്ല, അയാൾ പോയിക്കോട്ടെ, ഇതുപോലെയുള്ള ആളുകൾ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു. അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയില്ല. അവർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ അത് അവരുടെ തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയില്ല. നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരത്തിന് മുമ്പിൽ അത് ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരങ്ങൾക്ക് മുന്നിൽ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ നോമ്പ്, നിങ്ങളുടെ വൃതാനുഷ്ഠാനം അവരുടെ നോമ്പിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ഒരു അമ്പ് തെന്നിത്തെറിച്ച് പോകുന്നത് പോലെ അവർ ഇസ്ലാം മതം വിട്ടൊഴിഞ്ഞു പോകും. മറ്റൊരു റിപ്പോർട്ടിൽ അവർ ഇസ്ലാമിക ശത്രുക്കളെ ഒഴിവാക്കി വിടുകയും മുസ്ലിങ്ങളെ കൊന്നൊടുക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പരിശുദ്ധ പ്രവാചകന്റെ പ്രവചനങ്ങൾ അത് ഈ ഹവാരികളെ കുറിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഏതാണ്ട് 10ഓളം പ്രവചനങ്ങൾ ഈ കൂട്ടരെ കുറിച്ച് വരുന്നുണ്ട്. ഇനി അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ, അവരെ ഖുർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സദാ ഇബാദത്തിലും വളരെ ലളിതമായി ജീവിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ. ഇവരാണ് പിന്നീട് ഈ ഹവാരിജ് എന്ന ആ ഒരു വിഭാഗമായി മാറുന്നത്. ഈ ഖുർആൻ ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഇവർ വന്നിട്ട് പറഞ്ഞു, ഇനിൽ ഹുക്കുമ ഇന്ദില്ല, അള്ളാഹുവിന് മാത്രമാണ് വിധി നിർണയം നടത്താനുള്ള അധികാരം. അതുകൊണ്ട് യുദ്ധം തീർപ്പിൽ അവസാനിക്കണം എന്ന് പറഞ്ഞു. അവസാനിപ്പിക്കണം, അതായത് യുദ്ധം ഒത്തുതീർപ്പിൽ അവസാനിപ്പിക്കണം എന്ന് അവർ പറയുന്നു. അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഇത് അംഗീകരിക്കുകയും ചില വ്യവസ്ഥകളിൽ യുദ്ധം അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. യുദ്ധം അങ്ങനെ അവസാനിച്ചു. പക്ഷേ അവർ ഒരു സമവായത്തിൽ ഒന്നും എത്തിയിരുന്നില്ല. അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിയുന്നത് വരെ അത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മുആവിയയുടെയും ഇടയിൽ ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ഈ യുദ്ധം അവസാനിപ്പിച്ച് പിന്മാറുകയാണ്. ഈ വ്യവസ്ഥകൾ പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽപ്പെട്ട നേരത്തെ പറഞ്ഞ ആ ഒരു കൂട്ടർ, അഥവാ ഖുർ എന്ന വിഭാഗത്തിൽപ്പെട്ട ആ കൂട്ടർ അംഗീകരിക്കുന്നില്ല. കാരണം അവർ ഉദ്ദേശിച്ച ഒരു രീതിയിലേക്ക് ഈ വ്യവസ്ഥകൾ വരുന്നില്ല. അവർ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട്, നീ യുദ്ധം തുടരണം, യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതായത് ഈ യുദ്ധം നിർത്തണം, പിന്മാറണം എന്ന് പറഞ്ഞ അതേ ആളുകൾ തന്നെയാണ് പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, നീ അള്ളാഹുവിന്റെ കിതാബും മാറ്റി നിർത്തി ഈ കൂട്ടരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നീ യുദ്ധം തുടരണം, അതല്ലെങ്കിൽ നീ അധർമ്മം പ്രവർത്തിച്ചിരിക്കുന്നു. അങ്ങനെ നീ അധർമ്മം പ്രവർത്തിച്ചാൽ ഞങ്ങൾക്ക് നീയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾക്ക് നിനക്കെതിരെ യുദ്ധം ചെയ്യേണ്ടി വരും എന്ന്. പക്ഷേ അലി റളിയല്ലാഹു അൻഹു ഈ ഒരു വിരട്ടലൊന്നും അത്ര വലിയ കാര്യമാക്കി എടുത്തിരുന്നില്ല. ആ ഒരു തർക്കം അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഈ കൂട്ടർ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോകാൻ തീരുമാനിക്കുകയാണ്. അതായത് ഇവർ തിരിച്ച് കൂഫയിലേക്ക് പോകുന്ന വഴിയാണ്. ആ സമയത്ത് കൂഫയാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു ആ ഒരു കാലത്ത് തലസ്ഥാനം മദീനയിൽ നിന്ന് മാറ്റിയിട്ട് കൂഫയിലേക്ക് ആക്കുന്നത്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു കൂഫയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ കൂട്ടർ അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയി. ഇത് ഒന്നും രണ്ടോ ആളുകളല്ല, ഏതാണ്ട് 6000-ഓളം സൈനികരാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയത്. ആദ്യം അവർ പോകുന്ന സ്ഥലത്തിന്റെ പേരാണ് ഹറൂറ. ഈ ഹറൂറ കൂഫയുടെ അടുത്ത് പുറത്തുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ടാണ് അവരെ ഹറൂറി എന്ന പേരിൽ ആണ് ചരിത്രത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാണ് ഹവാരിജ് എന്ന ഈ ഒരു വിഭാഗത്തിന്റെ തുടക്കം. ഹറജ, പുറത്തു പോയവർ എന്നുള്ള അർത്ഥത്തിൽ ഹാരിജി അല്ലെങ്കിൽ ഹവാരിജ് എന്ന് ഇവരെ പറയുന്നത്. ഇവർ അങ്ങനെ ഹറൂറ എന്ന ഈ സ്ഥലത്ത് പോയി തമ്പടിച്ചു. ഇത് കൂഫയുടെ പുറത്ത്, കൂഫയിൽ നിന്ന് ഏതാണ്ട് ഒരു 1/2 ദിവസത്തെ ദൂരത്താണ്. ഈ ഒരു ഘട്ടത്തിലാണ്
ഇവർ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നുമില്ല. അരുതാൻ ഈ കൂട്ടരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഇത് 6000-ഓളം സൈനികരാണ്. അങ്ങനെ സഹാബാക്കളിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികളുടെ അടുക്കലേക്ക് ഒരു ചർച്ചയ്ക്കായിട്ട് പോകുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ഒരു റിപ്പോർട്ട് പ്രകാരം അലി റളിയല്ലാഹു അൻഹു സ്വയം അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ ഖവാരിജികളുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നതാണ്. അതല്ല, ഇബ്നു അബ്ബാസ് സ്വയം ഈ ഒരു തീരുമാനം എടുത്തിട്ട് അലി റളിയല്ലാഹു അൻഹുവിന്റെ അനുവാദത്തോടു കൂടി പോയതാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന് പറയുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ഒരു സഹാബി, അലി റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ പരിശുദ്ധ പ്രവാചകന്റെ ഒരു സഹോദരനാണ്, കസിനാണ്, പിതൃ സഹോദരന്റെ മകനുമാണ് ഈ ഇബ്നു അബ്ബാസ്, അതായത് എളാപ്പാന്റെ മകൻ. സഹാബാക്കളുടെ കൂട്ടത്തിൽ അറിവിന്റെ ആഴക്കടൽ, തർജുമാനുൽ ഖുർആൻ, അറിവിന്റെ നിറകുടം, അൽ ബഹർ എന്നൊക്കെയാണ് ഇബ്നു അബ്ബാസിനെ വിവരിച്ചിരിക്കുന്നത്. ആ ഇബ്നു അബ്ബാസ് ആണ് ഖവാരിജികളുടെ അടുത്തേക്ക് ചർച്ചയ്ക്കായി പോകുന്നത്. ഈ ഒരു സംഭവം ഇബ്നു അബ്ബാസ് സ്വയം വിവരിക്കുന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ ഏറ്റവും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അണിഞ്ഞിറങ്ങി, ഏറ്റവും നല്ല ഹുല്ല ധരിച്ച് ഇറങ്ങി. ഈ ഹുല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അണിയുന്ന വസ്ത്രത്തിന് മുകളിലായിട്ട് ധരിക്കുന്ന ഒരു നീളൻ അബായ പോലത്തെ ഒരു സാധനമാണ് ഹുല്ല. ഈ ജഡ്ജിമാരുടെ ഗൗണും ഗ്രാജുവേഷൻ സമയത്ത് ധരിക്കുന്ന ഗൗണും ഒക്കെ മേൽപ്പറഞ്ഞ ഹുല്ല കൺസെപ്റ്റിൽ നിന്നും ഉണ്ടായതാണ് എന്നാണ് പറയപ്പെടുന്നത്. അതൊരു അറേബ്യൻ കൾച്ചറിന്റെ ഭാഗമാണ്. ഒരു പ്രതാപത്തിന്റെ അടയാളമായിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല ഹുല്ല എടുത്തണിഞ്ഞ് സുഗന്ധങ്ങളൊക്കെ പുരട്ടി, സുഗന്ധമൊക്കെ ഉപയോഗിച്ച് അങ്ങനെ ഹറൂറയിലെ അവരുടെ ക്യാമ്പിലേക്ക് ഏതാണ്ട് ഉച്ചയോടടുത്ത ഒരു സമയത്ത് കയറി ചെല്ലുകയാണ്. ദുഹർ നമസ്കാരത്തിന് ശേഷമുള്ള ഒരു സമയത്ത്, ഇത് പൊതുവെ ആളുകളൊക്കെ വിശ്രമിക്കുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് പാതി മയക്കത്തിലായിരിക്കുന്ന ഒരു സമയം, ആ ഒരു സമയം. അങ്ങനെ ഇബ്നു അബ്ബാസ് പറയുന്നത്, ആ സമയത്താണ് ഞാൻ അവരുടെ ക്യാമ്പിലേക്ക് കയറി ചെല്ലുന്നത്. പക്ഷെ ആ സമയത്ത് പോലും അവിടെയുള്ള ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് എനിക്ക് കേൾക്കുമായിരുന്നു എന്നാണ്. അതായത് ഒരു തേനീച്ചക്കൂടിന്റെ അടുത്തേക്ക് പോയ പോലെ ആ ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു. ഇത് ഈ ആളുകളുടെ പ്രത്യേകതയായാണ് പറയുന്നത്. അവർ സദാ ഇബാദത്തിലാണ്, അതായത് ഖുർആൻ പാരായണത്തിലും മറ്റ് ഇബാദത്തുകളിലുമാണ്. ഇത് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളുടെ നമസ്കാരം അവരുടെ നമസ്കാരത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന് നിങ്ങൾക്ക് തോന്നും. അവിടെയുള്ളവരൊക്കെ വലിയ നിസ്കാരത്തരമും വലിയ താടിയും വളരെ ലളിതമായി വസ്ത്രം ധരിച്ച് ആയിട്ടുള്ള ഭക്തന്മാരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെന്നതും അവർക്ക് ഇയാളെ പിടികിട്ടി. കാരണം ഇവരൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ നിന്നും വിട്ടുപോയവർ തന്നെയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, മർഹബാ യാ ഇബ്നു അബ്ബാസ്, എന്തിനാണ് താങ്കൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഇബ്നു അബ്ബാസ് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരെ വിളിച്ചു കൊണ്ടുവരണം. എനിക്ക് അവരുമായിട്ടാണ് ഒന്ന് സംവദിക്കേണ്ടത്. എനിക്കൊന്ന് സംസാരിക്കണം, അവരെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ മുതിർന്ന ആളുകളൊക്കെ വന്നു. അവർ ആദ്യം വന്നിട്ട് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇങ്ങനെ ആഡംബരമായി വസ്ത്രം ധരിച്ചിരിക്കുന്നത്, എന്താണ് കാരണം? അവിടെയുള്ള ആളുകളൊക്കെ ഏറ്റവും നേർത്ത ലളിതമായ വസ്ത്രം ധരിച്ച ആളുകളാണ്. അവിടേക്കാണ് ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ വിലപിടിപ്പുള്ള ഹുല്ല ധരിച്ച് അണിഞ്ഞൊരുങ്ങി എത്തുന്നത്. അവർ ചോദിച്ചു, നീ എന്തിനാണ് ഇങ്ങനെ വസ്ത്രം ധരിച്ചിരിക്കുന്നത്? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഇതിനേക്കാൾ മികച്ച ഒരു ഹുല്ല പരിശുദ്ധ പ്രവാചകൻ ധരിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, അവന്റെ ദാസന്മാർക്കുണ്ടാക്കിയ അലങ്കാരങ്ങളും ഉത്തമമായ ആഹാര പദാർത്ഥങ്ങളും നിഷിദ്ധമാക്കിയത് ആരാണ്? ആ മഹിമ അവ ഐഹിക ജീവിതത്തിൽ സത്യവിശ്വാസികൾക്കുള്ളതാണ്. ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അത് അവർക്ക് മാത്രമുള്ളതാണ്. സ്ഥിരമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ആളുകളുടെ ഇടയിൽ പോയിട്ടാണ് ഇബ്നു അബ്ബാസ് നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുന്നത് അനുവദനീയമാണ് എന്നുള്ള ഖുർആൻ വാക്യം കൊണ്ട് സമർത്ഥിക്കുന്നത്. അക്കൂട്ടരെ കുറിച്ചാണ് പരിശുദ്ധ പ്രവാചകൻ പറയുന്നത്, ഖുർആൻ അവരുടെ തൊണ്ടയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയില്ല. അവരത് പാരായണം ചെയ്യും, പക്ഷേ അത് അവർ മനസ്സിലാക്കുകയില്ല. അങ്ങനെ അവർ ചോദിച്ചു, നീ എന്തിനാണ് വന്നിരിക്കുന്നത്? ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ വരുന്നത് പരിശുദ്ധ പ്രവാചകന്റെ സഹാബാക്കളുടെ കൂട്ടത്തിൽ നിന്നാണ്. നിങ്ങളുടെ ഇടയിൽ
ഞാൻ ഒരൊറ്റ സഹാബിയെ പോലും കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇത് 6000-ഓളം ആളുകളുണ്ട്. ഹിജ്റ 37-ലാണ് സിഫീൻ യുദ്ധം നടക്കുന്നത്. ഒരുപാട് സഹാബാക്കൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഈ കൂട്ടത്തിൽ ഒരൊറ്റ സഹാബി പോലുമില്ല. ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ വരുന്നത് സഹാബിമാരുടെ ഇടയിൽ നിന്നാണ്. ഞാൻ വരുന്നത് ഇബ്നു അമ്മ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ അലി ഇബ്നു അബൂ താലിബിന്റെ അടുത്ത് നിന്നാണ്. അവരുടെ ഇടയിലേക്കാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കാൾ നന്നായിട്ട് അവർ ഖുർആൻ മനസ്സിലാക്കിയ ആളുകളാണ്. ആ സമയത്ത് ഹവാരിജികളുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇവരുമായിട്ട് തർക്കിക്കണ്ട. കാരണം ഖുറൈശികളെ കുറിച്ച് ഖുർആൻ പറയുന്നത് കേട്ടിട്ടില്ലേ? അവർ വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. വഹും കൗമ ഹസിമ എന്ന് പറഞ്ഞു. ഇത് ഖുറൈശികളിലെ കാഫിറുകളെ കുറിച്ച് പറയുന്ന ഒരു ആയത്താണ്. അതാണ് ഇവരെ എടുത്തു പറയുന്നത്. ഈ ഹവാരികളുടെ ഒരു സ്വഭാവം റസൂൽ എടുത്തു പറഞ്ഞത്, അവർ മുശ്രിക്കുകളെ പറയുന്ന ആയത്തുകൾ എടുത്തുദ്ധരിച്ച് അതില് മുഅ്മിനീങ്ങളെ ഉൾപ്പെടുത്തും. ഈ കൂട്ടരുടെ ഒരു സ്വഭാവം റസൂൽ പറഞ്ഞതാണ്. അങ്ങനെ പിന്നീട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് അലി ഇബ്നു അബീ താലിബുമായിട്ട് എന്താണ് പ്രശ്നം? റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്തിനാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ വിട്ടു പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നല്ല 3 പ്രോബ്ലംസ് ഉണ്ട്. ഞങ്ങൾക്ക് 3 പ്രശ്നങ്ങളുണ്ട്. ഒന്നാമതായി, അലി അള്ളാഹുവിന്റെ ഗ്രന്ഥം മാറ്റി നിർത്തി. അവിടെ വിധി പ്രഖ്യാപനം നടത്തി. വിധി നടപ്പിലാക്കാനുള്ള അവകാശം അത് അള്ളാഹുവിന് മാത്രമാണ്. അവിടെ മുഹാക്കമ നടത്തി. അത് പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, എന്താണ് നിങ്ങളുടെ അടുത്ത പ്രശ്നം? അവർ പറഞ്ഞു, രണ്ടാമത്തെ വിഷയം, സിഫിൻ യുദ്ധത്തിൽ, അതിനു മുമ്പ് ജമൽ യുദ്ധത്തിലും അലി യുദ്ധം ചെയ്തപ്പോൾ യുദ്ധ തടവുകാരെ ആരെയും പിടിച്ചെടുത്തിട്ടില്ല. യുദ്ധത്തിൽ നിന്നും തടവുകാരെ ആരെയും പിടിച്ചെടുത്തിട്ടില്ല. യുദ്ധ മുതലും പിടിച്ചെടുത്തിട്ടില്ല. ഗനീമത്ത് മുതൽ പിടിച്ചെടുത്തിട്ടില്ല. അലി യുദ്ധം ചെയ്തത് അമുസ്ലിങ്ങൾക്കെതിരെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് അലി യുദ്ധ തടവുകാരെ പിടിച്ചെടുക്കാതിരുന്നത്? അതല്ല, അലി മുസ്ലിങ്ങൾക്കെതിരെയാണ് യുദ്ധം ചെയ്തതെങ്കിൽ എന്തിനാണ് അവർക്കെതിരെ അലി യുദ്ധം ചെയ്തത് എന്ന് ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശരി, എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ പ്രശ്നം? മൂന്നാമതായിട്ട് അവർ പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു യുദ്ധത്തിനൊടുവിൽ കരാർ ഉണ്ടാക്കിയപ്പോൾ ഒത്തുതീർപ്പ് കരാറിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് എഴുതിയിട്ടില്ല. കാരണം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ആ സമയത്ത് അമീറായിട്ട് കണ്ടിട്ടില്ല, നേതാവായിട്ട് കണ്ടിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് ഒരു തീരുമാനം ഉണ്ടാകുന്നത് വരെ അലിക്ക് ഞാൻ ബയ്യത്ത് ചെയ്യാൻ വിസമ്മതിച്ചിരിക്കുന്നു എന്നാണ് മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനം. ആ അലി റളിയല്ലാഹു അൻഹുവിനെ ബയ്യത്ത് ചെയ്യാൻ അവർ തയ്യാറായിരുന്നുമില്ല. അതുകൊണ്ട് തന്നെ അലിയെ ഖലീഫയായിട്ട് അവർ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഈ യുദ്ധ ഉടമ്പടി ഉണ്ടായപ്പോൾ അതിൽ അമീറുൽ മുഅ്മിനീൻ എന്ന് എഴുതാൻ അവർ സമ്മതിച്ചില്ല. പകരം അലി ഇബ്നു അബീ താലിബ് എന്ന് എഴുതിയിട്ടാണ് ഒപ്പുവെക്കുന്നത്. ഹവാരിജുകൾ ചോദിച്ചു, അലി അമീറുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ അലി അമീറുൽ കാഫിരീൻ ആയിരിക്കും എന്ന്. ഇബ്നു അബ്ബാസ് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ പറഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ 3 ചോദ്യങ്ങളാണ്, ഈ 3 പ്രശ്നങ്ങളാണ് ഞങ്ങൾക്കുള്ളത് എന്ന്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ 3 വിഷയങ്ങളും ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നാൽ നിങ്ങൾ അലിയുടെ സൈന്യത്തിലേക്ക് തിരിച്ചു വരുവോ? അവർ പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരും. ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നം മുഹാക്കമ, വിധി നിർണയം നടത്തിയത് അള്ളാഹുവിന്റെ ഗ്രന്ഥം മാറ്റി നിർത്തി വിധി പ്രഖ്യാപനം നടത്തിയത് ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വിശ്വസിച്ചവരെ, ഇഹ്റാമിൽ ആയിരിക്കെ നിങ്ങൾ വേട്ട ചെയ്യരുത്. അഥവാ ആരെങ്കിലും ബോധപൂർവം അങ്ങനെ ചെയ്താൽ അതിന് തുല്യമായ ഒരു കഫാറ, പ്രായശ്ചിത്തം നിങ്ങൾ ചെയ്യണം. പക്ഷേ അതിൻ്റെ അളവ് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഇടയിലെ നീതിമാന്മാരായ 2 പേരാണ്. അവിടെ അളവ് എത്രയാണെന്ന് പറഞ്ഞില്ല. അത് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട 2 പേരാണ് എന്ന് പറഞ്ഞു. ഇത് ഖുർആനിൽ തന്നെ ഉള്ളതാണ്. ഇതൊരു ബലിമൃഗത്തിന്റെ തൂക്കത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ അതിലും നിസ്സാരമാണോ മുസ്ലിമീങ്ങളുടെ ജീവൻ എന്ന് ചോദിച്ചു. അവർ അതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത ആയത്തിലേക്ക് പോയി. സൂറത്തുൻ നിസായിലെ ദമ്പതിമാർക്കിടയിൽ ഭിന്നത നിങ്ങൾ ഭയപ്പെട്ടാൽ അവന്റെ ആൾക്കാരിൽ നിന്നും ഒരു മധ്യസ്ഥനെ കൊണ്ടുവരണം, അവരുടെ ആൾക്കാരിൽ നിന്നും ഒരു മധ്യസ്ഥരെ കൊണ്ടുവരണം. ഇരുവരും ഒത്തുതീർപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അള്ളാഹു അവർക്ക് ഇടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ്. അനുരഞ്ജനമാണ് അവർ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അള്ളാഹു അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കുന്നതാണ് എന്ന്
ഇബ്നു ഇബ്നു അബ്ബാസ് ചോദിച്ചു, ദാമ്പത്യം സംരക്ഷിക്കുന്നതാണോ സമുദായത്തിന്റെ ഇടയിലെ സാഹോദര്യം സംരക്ഷിക്കുന്നതാണോ പ്രധാനമെന്ന്. ഇബ്നു അബ്ബാസിന്റെ പ്രകടനം കണ്ടിട്ട് അവരങ്ങനെ കണ്ണും തുറിച്ച് നോക്കി നിൽക്കുകയാണ്. കാരണം ഇതൊക്കെ ഖുർആനിലുള്ളതാണ്. ഇബ്നു അബ്ബാസ് അങ്ങനെ അവർ രണ്ടാമത്തെ വിഷയത്തിലേക്ക് പോയി. യുദ്ധം മുതൽ പിടിച്ചെടുത്തില്ല, യുദ്ധത്തടവുകാരെ എടുത്തില്ല എന്നുള്ള വിഷയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു. ആയിഷ ഉമ്മയെ, പ്രവാചകൻ പത്നിയായ ആയിഷ ഉമ്മയെ തടവിലാക്കാൻ ആർക്കാണ് സാധിക്കുക? ഒരു തടവുകാരനോട് അല്ലെങ്കിൽ ഒരു തടവുകാരിയോട് പെരുമാറുന്ന രീതിയിൽ ആയിഷ ഉമ്മയോട് പെരുമാറാൻ ആർക്കാണ് സാധിക്കുക? ആർക്കാണ് അതിനുള്ള ധൈര്യം ഉണ്ടാകുക? കാരണം ഖുർആനിൽ കൃത്യമായി പറയുന്നുണ്ട്, അവന്റെ പത്നിമാർ അവരുടെ മാതാക്കളാണ്. ഉമ്മ അവർക്കൊന്നും പറയാനില്ല, അവരങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു, അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, സത്യവിശ്വാസികളിലെ രണ്ട് വിഭാഗം പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ സന്ധി ഉണ്ടാക്കുക. പിന്നീട് അതിൽ ഒരു വിഭാഗം മറുവിഭാഗത്തിനെതിരെ അതിക്രമം കാട്ടിയാൽ അതിക്രമം കാണിച്ചവർക്കെതിരെ നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇവിടെ പരസ്പരം പോരടിക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളെ പറ്റിയും വിശ്വാസികൾ എന്ന് തന്നെയാണ് അള്ളാഹു വിശേഷിപ്പിക്കുന്നത്. വിശ്വാസികൾ പക്ഷെ അവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹവാരിജുകൾ ചോദിക്കുന്ന, അവർ മുസ്ലിം ആണെങ്കിൽ അലി എന്തിനാണ് അവർക്കെതിരെ യുദ്ധം ചെയ്തത് എന്നാണ്. അഥവാ രണ്ട് വിഭാഗം തമ്മിൽ യുദ്ധം സംഭവിക്കുമ്പോൾ ഒരു വിഭാഗം മുഅ്മിനീങ്ങളും മറുവിഭാഗം കാഫിരീങ്ങളും ആയിരിക്കണം എന്നാണ്. അതാണ് ഈ ഒരൊറ്റ ആയത്ത് കൊണ്ട് ഇബ്നു അബ്ബാസ് പൊളിച്ചെടുക്കുന്നത്. പരസ്പരം പോരടിക്കുന്ന ഈ രണ്ട് വിഭാഗത്തെക്കുറിച്ച് അള്ളാഹു മുഅ്മിനീങ്ങൾ എന്ന് തന്നെയാണ് പറയുന്നത്. ഹവാരിജുകൾക്ക് വീണ്ടും ഉത്തരമില്ല. ഇബ്നു അബ്ബാസ് അങ്ങനെ അവരുടെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു അമീറുൽ മുഅ്മിനീൻ എന്ന് കരാറിൽ എഴുതാത്തതിനെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുദൈബിയ സന്ധി നടന്നപ്പോൾ പരിശുദ്ധ പ്രവാചകൻ സ്വയം ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം സന്ധിയിൽ ഒപ്പുവെച്ച സമയത്ത് ഖുറൈശികൾ സമ്മതിക്കാത്തതിന്റെ പേരിൽ മുഹമ്മദ് റസൂലുള്ള എന്നതിന് പകരം മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാണ് പരിശുദ്ധ പ്രവാചകൻ എഴുതി വെച്ചത്. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാൽ റസൂൽ. ആ സമയത്ത് ഖുറൈശികളോടായിട്ട് പറഞ്ഞു, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞാൻ മുഹമ്മദ് റസൂലുള്ള തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് പറഞ്ഞു, പരിശുദ്ധ പ്രവാചകൻ ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുമായിരുന്നുവെങ്കിൽ അലി റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഒരു മക്കാമിൽ നിന്നിട്ട് റസൂലിന് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ അലിയുടെ ഈ ഒരു മക്കാമിൽ തീർച്ചയായും അങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് വളരെ കൃത്യമായിട്ടാണ് ഹവാരിജികളുടെ വാദത്തിന് ഖുർആന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുന്നത്. ഒരു നിലയ്ക്കും അവർക്കും ഒന്നും തിരിച്ചു പറയാൻ സാധിക്കുന്നില്ല. പറയുന്നതെല്ലാം വളരെ കൃത്യമാണ്, വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഹവാരിജികളുടെ കൂട്ടത്തിൽ നിന്നും മൂന്നിലൊരു ഭാഗം ആളുകൾ അലിയുടെ സൈന്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. മൂന്നിലൊരു ഭാഗം എന്നാൽ ഏകദേശം 2000-ഓളം ആളുകൾ. അങ്ങനെ 4000-ഓളം ആളുകൾ ഹവാരിജികളുടെ ഇടയിൽ പിന്നെയും ബാക്കിയായി. ചില റിപ്പോർട്ട് പ്രകാരം ഈ കൂട്ടർ പിന്നീട് അലി റളിയല്ലാഹു അൻഹു ആയിട്ട് നേരിട്ടും ചില വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട്. കാരണം ഇവരുള്ളത് ഈ ഹറൂറ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ്. ഈ കൂഫയുടെ വളരെ അടുത്ത് തന്നെയാണ് അവർ വന്നിട്ട് പറഞ്ഞു, നീ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉടമ്പടിയിൽ നിന്ന് നീ പിന്മാറണം, നീ ഖേദിച്ച് മടങ്ങണം, നീ പശ്ചാത്തപിച്ച് മടങ്ങണം. മാത്രമല്ല പിന്നീട് നീ വീണ്ടും ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു വരണം. കാരണം അവരുടെ കണക്കിൽ അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് കാഫിറാണ്. നീ ഇസ്ലാം മതത്തിലേക്ക് തിരിച്ചു വരണം. പിന്നീട് മുആവിയയുമായിട്ട് നീ യുദ്ധത്തിൽ ഏർപ്പെടണം. ഇതൊക്കെ സമ്മതമാണെങ്കിൽ ഞങ്ങൾ തിരിച്ച് നിന്റെ സൈന്യത്തിലേക്ക് വരുമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിന്റെ ഹുക്കും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, ഖുർആന്റെ ഹുക്കും മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, അള്ളാഹുവിന്റെ വിധിന്യായം മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നും അങ്ങനെ പറയപ്പെടുന്നു. ഒരിക്കൽ കൂഫയിൽ വലിയ പള്ളിയിൽ വെച്ച് ഈ കൂട്ടർ ഇത്തരത്തിൽ അലി റളിയല്ലാഹു അൻഹുമായിട്ട് ഒരു വലിയ തർക്കത്തിൽ ഏർപ്പെട്ടു എന്നാണ്. അങ്ങനെ ഈ തർക്കത്തിനൊടുവിൽ അലി റളിയല്ലാഹു അൻഹു കൂഫയിലെ അന്നത്തെ ഏറ്റവും വലിയ മുസ്ഹബ് അവിടെ കൊണ്ടുവരാൻ പറയുകയും അത് മുന്നിൽ വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലെ തർക്കത്തിന് നീ വിധി പ്രഖ്യാപനം നടത്തണം, നീ വിധി പറയണമെന്ന്. ഖുർആൻ മുന്നിൽ വെച്ചിട്ട് ഇതിനൊരു പരിഹാരം, ഞങ്ങളുടെ ഇടയിൽ നീ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് വിളിച്ചു പറയുകയാണ്. ഖുർആൻ ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് നീ വിധി പറയണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
കുറെ ആയപ്പോൾ അവർ ചോദിച്ചു, അബുൽ ഹസൻ, നീ എന്താണ് ഈ കാണിക്കുന്നത്? നമ്മുടെ ഇടയിൽ ഖുർആൻ എങ്ങനെയാണ് വിധി നിർണയം നടത്തുന്നത്, എങ്ങനെയാണ് വിധി പറയുന്നത് എന്ന് ചോദിച്ചു. അലിറളിയല്ലാഹു പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്കറിയാം ഇത് കേവലം ഏടുകളും എഴുത്തുകളുമാണ് എന്ന് നിങ്ങൾക്കറിയാം. ഖുർആൻ സ്വയം വിധി നടപ്പിലാക്കുകയല്ല ചെയ്യുന്നത്. ഖുർആൻ ആഴത്തിൽ അറിയുന്ന ആളുകൾ അതിൽ നിന്ന് ന്യായവിധികൾ വ്യാഖ്യാനിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിൽ നിന്നും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ന്യായവിധികൾ വേർതിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അവർ പറയുന്നത് ഖുർആൻ തീർപ്പ് കൽപ്പിക്കട്ടെ എന്നാണ്. എന്തായാലും അന്നത്തെ ഈ കൂട്ടരും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാദം അംഗീകരിച്ചിരുന്നില്ല. അവർ അലി റളിയല്ലാഹു അൻഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ അവർ നേതാവായിട്ട് അംഗീകരിക്കുന്നുമില്ല. അവരങ്ങനെ ഇറങ്ങിപ്പോയി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ഭാഗം എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് 3 അവകാശങ്ങളുണ്ട്. ഒന്ന്, പള്ളിയുടെ കാര്യത്തിൽ ഇത് നിങ്ങളുടെ കൂടെ പള്ളിയാണ്, നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ വന്ന് നമസ്കരിക്കാം, നമസ്കാരത്തിൽ പങ്കെടുക്കാൻ നിങ്ങളെ ആരും തടയുകയില്ല എന്ന് പറഞ്ഞ്. രണ്ടാമതായിക്കൊണ്ട്, നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വേതനം അത് നിങ്ങൾക്ക് തുടർന്നും കിട്ടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ സമുദായത്തിൽ നിന്നും വിഘടിച്ചു പോയ ആളുകളാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് സമുദായത്തിന്റെ ഭാഗം തന്നെയാണ്. നിങ്ങൾക്ക് കിട്ടേണ്ട നിങ്ങളുടെ വേതനം അത് തുടർന്നും കിട്ടിക്കൊണ്ടിരിക്കും, അതൊരിക്കലും തടസ്സപ്പെടുകയില്ല. മൂന്നാമതായിട്ട്, ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുന്നത് വരെ, ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് വരെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മേൽ ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയുമാണ്. മുസ്ലിം പള്ളിയിൽ വന്നിട്ട് അവർ നമസ്കാരത്തിൽ പങ്കെടുക്കാം, അവരുടെ ഹക്ക് അവർക്ക് തീർച്ചയായും കിട്ടിക്കൊണ്ടിരിക്കും. മൂന്നാമതായിട്ട്, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ നിന്നും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്കുണ്ടാവില്ല. തിരിച്ച് ഇവരെ ഉപദ്രവിക്കുന്നത് വരെ അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അലിയുടെ ഖിലാഫത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നേതാവായിട്ട് അംഗീകരിക്കാത്ത ഈ ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പ് അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് നൽകിക്കൊണ്ട് തിരിച്ചുവിടുന്നത്. ആ കൂട്ടർ പക്ഷേ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. അവർ ഹറൂറ എന്ന അവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയും അവിടെ വെച്ച് അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുകയും അവരെ അമീറുൽ മുഅ്മിനീൻ എന്ന പദവി നൽകി ആദരിക്കുകയും ആ ഒരു തലക്കെട്ട് കൊടുത്ത് അവർ അംഗീകരിക്കുകയും ചെയ്തു. അവർ ഖലീഫയായിട്ട് ഒരാളെ നിയമിക്കുകയും ചെയ്യുകയാണ്. അയാളുടെ പേര് അബ്ദുല്ലാഹ് ഇബ്നു വഹബ് റാസിബി എന്നാണ്, ഖവാരിജികളുടെ ആദ്യത്തെ ഇമാം. എന്തായാലും ഈ കൂട്ടത്തിൽ പിന്നീട് മറ്റുള്ള അയൽ പ്രദേശങ്ങളിലേക്കൊക്കെ സന്ദേശങ്ങൾ കൈമാറുകയും അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ ആശയങ്ങളിലേക്ക് ആകർഷകരായിക്കൊണ്ട് അവരുടെ കൂട്ടത്തിൽ വന്നു ചേരുകയും ചെയ്യുകയാണ്. റസൂൽ ഈ കൂട്ടരെ കുറിച്ച് തന്നത് ഇതാണ്: ഈ കൂട്ടർ ഏറ്റവും ഭംഗിയായിട്ടും സൗമ്യമായിട്ടും സംസാരിക്കുന്ന ആളുകളാണ്. ഇവർ പറയുന്നത് ശരിയാണല്ലോ എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്ന രീതിയിൽ ഏറ്റവും സൗമ്യമായ, ഏറ്റവും ഭംഗിയിൽ സംസാരിക്കുന്ന ആളുകളായിരിക്കും ഇവർ. മാസ്മരികമായി സംസാരിക്കുന്ന ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ ഇന്നും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് റസൂൽ പറഞ്ഞത് അവരുടെ സംസാരം ഏറ്റവും ആകർഷണീയമായിരിക്കുമെന്ന്, അവരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും നീചവുമായിരിക്കും. അങ്ങനെ കൂടുതൽ ആളുകൾ അവരുടെ കൂട്ടത്തിൽ വന്നുകൂടി അവർ ശക്തിപ്പെടാൻ തുടങ്ങി. അങ്ങനെ പിന്നീട് പതുക്കെ അവർ യാത്രാ സംഘങ്ങളെ കൊള്ളയടിക്കാനും ആക്രമിക്കാനും ഒക്കെ ആരംഭിച്ചു. അലി റളിയല്ലാഹു അൻഹു പല ആവർത്തി അവർക്ക് താക്കീത് നൽകുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറണം, യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം, ഇങ്ങനെ കൊള്ള നടത്തുന്നത് നിങ്ങൾ നിർത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു പല ആവർത്തി അവർക്ക് താക്കീത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ അതൊന്നും വലിയ കാര്യമാക്കി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ദുഷ്ടതയുടെ അതിർവരമ്പുകൾ അവർ പരമാവധി ലംഘിക്കുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവം അവർ ഒരു ദിവസം ഒരു ചെറിയ യാത്രാ സംഘത്തെ വഴിയിൽ ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ്. 4-5 ആളുകൾ മാത്രമുള്ള ഒരു സംഘം. പക്ഷെ അതിലുണ്ടായിരുന്നത് ഒരു സഹാബിയായിരുന്നു, പ്രസിദ്ധനായിട്ടുള്ള ഒരു സഹാബിയുടെ മകനും കൂടിയായിട്ടുള്ള ഒരു സഹാബിയായിരുന്നു അത്. അബ്ദുല്ലാഹ് ഇബ്നു ഹബ്ബാബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു സഹാബിയാണ്. ആദ്യത്തെ 10 വിശ്വാസികളിൽ ഉൾപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആദ്യകാലത്ത് ഒരു അടിമയായിട്ടുണ്ടായിരുന്ന, അങ്ങനെ ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ആ ഒരു സഹാബിയുടെ മകനാണ് അബ്ദുല്ലാഹ് ഇബ്നു ഹബ്ബാബ്. കൂടെ മറ്റൊരു സഹാബിയും. ഇവർ ചെറിയൊരു യാത്രാ സംഘമാണ്. അതിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ, അടിമ സ്ത്രീ, ആ സമയത്ത് അവരുടെ ഭാര്യ അദ്ദേഹത്തിൽ നിന്നും ഗർഭിണിയാണ്. കൂടാതെ 2-3 പേര് കൂടിയുണ്ട് ഇവരുടെ കൂട്ടത്തിൽ.
അങ്ങനെ ഇവർ പിടിക്കപ്പെട്ടു. ഇവരെ പിടിച്ച ശേഷം അവർ ചോദിച്ചു, നിങ്ങൾ ആരാണ് എന്ന്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അബ്ദുല്ലാഹിബിൻ ഹബ്ബാബ് ഇബിൻ അറാത്തത്ത് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ആദ്യം അലിയെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിച്ചു. അത്യധികം ബഹുമാനത്തോടു കൂടിയാണ് അലി എന്ന അമീറുൽ മുഅ്മിനീനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അത് അവർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, നിങ്ങൾ സഹാബിയാണെങ്കിൽ പ്രവാചകനിൽ നിന്ന് നേരിട്ട് കേട്ട ഏതെങ്കിലും ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തരണം എന്നവർ പറഞ്ഞു. ആ സമയത്ത് അബ്ദുല്ലാഹിബ്നു ഹബ്ബാബ് അത്യാവശ്യം പ്രസിദ്ധനാണ്, ഹദീസ് പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോ അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഹബ്ബാബ് പറഞ്ഞു തുടങ്ങി. പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഫിത്നകളുടെ, സംഘർഷങ്ങളുടെ, രക്തച്ചൊരിച്ചിലുകളുടെയും ഒരു സമയം വരും. ആ സമയം ഇരിക്കുന്നവൻ നിൽക്കുന്നവനേക്കാൾ നല്ലവനായിരിക്കും, നിൽക്കുന്നവൻ നടക്കുന്നവനേക്കാൾ നല്ലവനായിരിക്കും. ആ സമയത്ത് നീ സാക്ഷിയാകേണ്ടി വന്നാൽ കൊല ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെട്ടാലും കൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നീ കൂടരുത് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു ഹദീസാണ്. ഇത് കേട്ടതും ഹവാരിജികൾക്ക് ആകെ കൂടി ഭ്രാന്തായി. അവർ ചോദിച്ചു, ഞങ്ങളെ കുറിച്ചാണോ ഈ പറയുന്നത്? പിന്നീട് അങ്ങനെ തർക്കമായി, സംസാരമായി. അബ്ദുല്ലാഹിബിൻ ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അടക്കം ആ സംഘത്തിലെ മുഴുവൻ ആളുകളെയും ഇവരെ തടവിലാക്കി. അങ്ങനെ ഇവരെ എല്ലാം കെട്ടിപ്പൂട്ടി അവരെ നടത്തിക്കൊണ്ടു പോവുകയായിരുന്നു. ഗർഭിണിയായ അദ്ദേഹത്തിന്റെ ഭാര്യയും ഒപ്പമുണ്ട്, ഈ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ആ ഗർഭിണിയായ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവരോടൊപ്പം ഉണ്ട്, ഈ കെട്ടിപ്പൂട്ടി നടത്തിക്കൊണ്ടു പോകുന്ന കൂട്ടത്തിൽ ഉണ്ട്. ഹവാരിജികളുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഇത് പിന്നീട് അറിയപ്പെടുന്നത്. ഇവരെ അങ്ങനെ നടത്തിക്കൊണ്ടു പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ഒരു ക്രിസ്ത്യാനിയുടെ ഈന്തപ്പഴത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വീണ് കിടക്കുന്ന ഒരു ഈന്തപ്പഴം ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെടുത്ത് കഴിച്ചു. അവിടെ താഴെ കിടന്നിരുന്ന ഒരു ഈന്തപ്പഴം അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെടുത്ത് കഴിച്ചു. ഇത് കണ്ടതും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരാൾ ഇയാളുടെ കൈക്ക് തട്ടിയിട്ട് പറയുകയാണ്, നീ റബ്ബിനെ ഭയപ്പെടണം, നീ റബ്ബിനെ സൂക്ഷിക്കണം. കാരണം ഈ തോട്ടക്കാരന്റെ അനുവാദമില്ലാതെയാണ് നീ ഇത് കഴിക്കുന്നത്. നീ ഈന്തപ്പഴം കഴിച്ചതിന് അള്ളാഹുവിനെ ഭയപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹത്തെ ശകാരിക്കാണ്. പ്രവാചകന്റെ ഒരു സഹാബിയെ ബന്ദിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിലുള്ള ഒരു സംസാരമാണ് ഇതെന്ന് നാം മനസ്സിലാക്കണം. പിന്നീട് മറ്റൊരു ക്രിസ്ത്യാനിയുടെ സ്ഥലത്ത് കൂടെ ഇതുപോലെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവരുടെ തോട്ടത്തിൽ നിന്നുള്ള ഒരു പന്നി പെട്ടെന്ന് ഇവരുടെ മുന്നിലേക്ക് ഓടി വന്നു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ ദേഷ്യം കൊണ്ട് പെട്ടെന്ന് അതിനെ കത്തിയെടുത്ത് അറുത്ത് കൊല്ലുന്നുണ്ട്. ഇത് കണ്ടതും ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാൾ വന്നിട്ട് ഇയാളോട് പറയുകയാണ്, നീ മറ്റൊരുവന്റെ ഉടമസ്ഥതയിൽപ്പെട്ടിട്ടുള്ള ഒരു പന്നിയെ അയാളുടെ അനുവാദമില്ലാതെ കൊന്നു കളഞ്ഞു. അതുകൊണ്ട് നീ അയാൾക്ക് അതിന്റെ വില തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നീ അത് പോയി കൊടുത്തിട്ട് വരണം എന്ന് പറയുകയാണ്. അതുപോലെ ഒരു അമുസ്ലിമിന്റെ കിണറ്റിൽ നിന്നും വെള്ളം കുടിക്കുന്നതിനെ പറ്റി ഒരു ചർച്ച ഉണ്ടാകുന്നുണ്ട്. അത് ഹറാമാണോ അത് ഹലാലാണോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇതൊക്കെ അബ്ദുല്ലാഹിബ്നു ഹബ്ബാബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും തഖ്വയുള്ള ഇസ്ലാമിക നിയമങ്ങളിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്ന ഒരു കൂട്ടർ. അബ്ദുല്ലാഹിബ്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിച്ചു, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവനേക്കാൾ വലുതാണോ നിങ്ങൾക്ക് ഈന്തപ്പഴവും പന്നികളും ഒക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ഈമാനും തഖ്വയും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് എന്നെയും എന്റെ ഗർഭിണിയായ ഭാര്യയും ഒക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇതോടുകൂടി അവർക്ക് ഭയങ്കരമായ ദേഷ്യം വരികയും അബ്ദുല്ലാഹിബ്നു ഹബ്ബാബിനെ ആളുകളുടെ ഇടയിലേക്ക് വലിച്ചിടുകയും ഒരു ബലിമൃഗത്തെ അറക്കുന്നത് പോലെ മുന്നിൽ നിന്ന് അവരറുത്ത് കൊല്ലുകയും ചെയ്തു എന്നാണ്. ഇവരുടെ ഒരു രീതി അങ്ങനെയാണ്. ഇവർ കൊല ചെയ്യുന്ന രീതി അങ്ങനെയാണ്. മുന്നിൽ നിന്നാണ് അവർ അറുത്ത് കൊല്ലുന്നത്. ശരീഅത്തിൽ വധശിക്ഷ നടപ്പാക്കുമ്പോൾ അത് പുറകിൽ നിന്നാണ് ചെയ്യുന്നത്. ഇതൊരു ബലിമൃഗത്തെ അറക്കുന്നത് പോലെ മുന്നിൽ നിന്ന് അവരെ കഴുത്തറുത്ത് കൊല്ലുകയാണ്. ഇത് കണ്ടു നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ നിലവിളിച്ചു. ആ നിലവിളിച്ചു കൊണ്ടിരിക്കുന്ന ഭാര്യയെ അവർ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ വയർ പിളർത്തി അവൾ ഒരു വാൾ മുനയിൽ കുത്തി പുറത്തെടുക്കുകയും അതിനെ കൊന്നുകളയുകയും ചെയ്യുകയാണ്. ഗർഭിണിയായ അദ്ദേഹത്തിന്റെ ഭാര്യയെ വലിച്ചിഴച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ വയർ വെട്ടിത്തുറന്ന് ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിനെ വാളിൽ കോർത്ത് പുറത്തെടുത്തതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. അങ്ങനെ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ പടരാൻ തുടങ്ങി. ആളുകളിൽ ഭയം പരക്കാൻ തുടങ്ങി. ഹവാരിജുകളുടെ ഈ ഒരു മൃഗീയത എല്ലായിടത്തും പരക്കാൻ തുടങ്ങി. അവരുടെ ഒരു രീതി നോക്കിയാൽ
ഒരു സൈഡിൽ ഒരു അമുസ്ലിമിന്റെ വെള്ളം അത് അനുവാദം കൂടാതെ കുടിക്കാമോ എന്നുള്ള കാര്യത്തിൽ തർക്കം, മറുഭാഗത്ത് പരിശുദ്ധ പ്രവാചകന്റെ ഒരു സഹാബിയെയും നിരപരാധിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിഷ്കരണം അവർ കൊല ചെയ്യുകയാണ്, മൃഗീയമായി കൊലപ്പെടുത്തുകയാണ്. എന്തായാലും അലി റളിയല്ലാഹു അൻഹു ഈ ഒരു വാർത്ത അറിയുന്നതോട് കൂടിയിട്ട് ഇതിനൊരു തീരുമാനമുണ്ടാകണമെന്ന് ഉറപ്പിക്കുകയാണ്. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു ഖവാരിജുകളുടെ അടുത്തേക്ക് ഒരു സന്ദേശവാഹകനെ പറഞ്ഞയച്ചു. ആ സമയത്ത് അവർ ഉണ്ടായിരുന്നത് നെഹർവാൻ എന്ന സ്ഥലത്താണ്. ബാഗ്ദാദിന്റെ അടുത്തായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ നെഹർവാൻ. അവിടേക്ക് ഒരു സന്ദേശം പറഞ്ഞയച്ചു. സന്ദേശത്തിൽ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ അബ്ദുല്ലാഹിബിൻ ഹബ്ബാബ് അറാത്തിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ളവർ ആരാണെങ്കിലും അവരെ ഞങ്ങൾക്ക് വിട്ടുതരിക, അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്തു കൊള്ളാം, അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം, ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഞങ്ങൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുമെന്ന്. അലി റളിയല്ലാഹു അൻഹു അവരിലേക്ക് കൊടുത്ത സന്ദേശത്തിന് അവർ മറുപടി പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരും അബ്ദുല്ലാഹിബിൻ ഹബ്ബാബിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളാണ് എന്നാണ്. അലി റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു കിട്ടിയ സന്ദേശം അങ്ങനെയായിരുന്നു, ഞങ്ങൾ എല്ലാവരും ഒരുപോലെ അതിന് ഉത്തരവാദികളാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെയാണ് പ്രസിദ്ധമായ നെഹർവാൻ യുദ്ധം അരങ്ങേറുന്നത്. അലി റളിയല്ലാഹു അൻഹു ഈ ഹവാരിജികൾക്കെതിരെ ഒരു സൈന്യത്തെ നയിക്കുകയും അലി റളിയല്ലാഹു അൻഹു സ്വയം അതിന്റെ ഭാഗമാവുകയും ചെയ്യുകയാണ്. ഇത് നടക്കുന്നത് ഹിജ്റ 38 സഫർ മാസത്തിലാണ്. 658 ഈ നെഹർവാൻ എന്നുള്ളത് ബാഗ്ദാദിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഈ യുദ്ധത്തിന്റെ സമയത്ത് പോലും അലി റളിയല്ലാഹു അൻഹു ഏറ്റവും മാന്യമായ രീതിയിലാണ് ഇവരുമായിട്ട് പെരുമാറിയത്. കാരണം ഇതിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്. അവർക്ക് പിന്മാറാനുള്ള ഒരുപാട് അവസരങ്ങൾ അലി റളിയല്ലാഹു അൻഹു ആ സമയത്ത് പോലും ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഒരു തുറസായിട്ടുള്ള സ്ഥലത്ത് ഒരു കൊടി നാട്ടിയിട്ട് അലി റളിയല്ലാഹു അൻഹു അറിയിച്ചു, ആ കൊടി കീഴിൽ വന്ന് അഭയം പ്രാപിക്കുന്ന ആളുകൾ ആ കൂട്ടർ സുരക്ഷിതരായിരിക്കുമെന്ന്. യുദ്ധക്കളത്തിൽ നിന്നും വിട്ടുമാറിപ്പോകുന്ന പുറംതിരിഞ്ഞു പോകുന്ന ആളുകളും സുരക്ഷിതമായിരിക്കുമെന്ന് പറഞ്ഞു. കൂഫയിൽ നിന്നും ബസറയിൽ നിന്നും മറ്റും സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ട് ഈ കൂട്ടത്തിൽ വന്നു ചേർന്നിട്ടുള്ള ആളുകൾ വേണമെങ്കിൽ തിരിച്ചു പോകാം, അവർക്ക് വേണമെങ്കിൽ വിട്ടൊഴിഞ്ഞു പോകാം, അവർ സുരക്ഷിതരായിരിക്കുമെന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യപ്പെടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് വിട്ടൊഴിഞ്ഞു പോകാം, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അങ്ങനെ പറയപ്പെടുന്ന ആ സമയം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഹവാരിജികളുടെ കൂട്ടത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയി എന്നാണ്. നമ്മൾ എന്തിനാണ് അലിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നതെന്ന് അവർ പരസ്പരം ചോദിച്ച് ആയിരക്കണക്കിന് ആളുകൾ ആ സമയത്ത് ഹവാരിജികളുടെ കൂട്ടത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ബാക്കി ഉണ്ടായിരുന്ന ഏതാണ്ട് 4000-ഓളം ആളുകൾക്കെതിരെ യുദ്ധം നടന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം ഹവാരിജികളെ തൂത്തുവാരി തുടച്ചു നീക്കി. അവരുടെ നേതാവായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ വഹബർ, റാസിബി അടക്കം എല്ലാവരും കൊല ചെയ്യപ്പെട്ടു. പറയപ്പെടുന്നത് ഈ കൂട്ടത്തിൽ നിന്നും 9-12 ആളുകൾ എങ്ങനെയോ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി എന്നാണ്. ഇവരുടെ പേരുകളൊക്കെ ചില കിതാബുകളിൽ പറയപ്പെടുന്നുമുണ്ട്. ഈ രക്ഷപ്പെട്ടു പോയ ആളുകളിൽ നിന്നാണ് പിന്നീട് ഹവാരിജി പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ഈ നെഹർവാൻ യുദ്ധത്തിന് ശേഷം ആ കൂട്ടർ ആ ഒരു രീതിയിലേക്ക് വളർന്ന് പ്രാപിക്കുകയോ ശക്തിപ്പെടുകയോ പിന്നീട് ചെയ്യുന്നില്ല. പക്ഷേ AD 661 അലി റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകത്തിന് പിന്നിലും ഹവാരിജികളുടെ കൂട്ടത്തിൽപ്പെട്ട ഈ ആളുകൾ തന്നെ ആയിരുന്നു. നെഹർവാനിൽ നേരിട്ട കനത്ത പരാജയത്തിന് പ്രതികാരമായിക്കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹുവിനെ അവരെ കൊലപ്പെടുത്തിയത് എന്നാണ്. അവരങ്ങനെ അവരുടെ ആശയങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ കൊല ചെയ്തും ഒളിപ്പോർ നടത്തിയും അങ്ങനെ നിലകൊണ്ടു. അങ്ങനെ അലി റളിയല്ലാഹുവിനെ കൊലപ്പെടുത്താൻ ഇബ്നു മുൽജത്തിനെ ഏർപ്പാടാക്കുകയായിരുന്നു. അങ്ങനെ ഇബ്നു മുൽജമാണ് അലി റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്നത്. ഉമവിയാക്കളുടെ കാലത്തും പിന്നീട് അബ്ബാസിയാക്കളുടെ കാലത്തും അതീവ രഹസ്യമായിട്ട് ഈ പ്രസ്ഥാനം തുടരുന്നുണ്ട്. പക്ഷേ അബ്ബാസിയാക്കളുടെ കാലത്തൊന്നും ഈ കൂട്ടരെ ഒരു നിലയ്ക്കും അവർ വളരാൻ സമ്മതിച്ചില്ല. ഒരു തീരെ ചെറിയ വിഭാഗമായിട്ട് പോലും ഇവർക്കെതിരെ ഏതാണ്ട് 25ഓളം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അവരെ അങ്ങനെ കാലക്രമേണ തീരെ ദുർബലപ്പെടുകയും വ്യത്യസ്തമായ പല ഗ്രൂപ്പുകളായി മാറിപ്പോവുകയും ചെയ്തു എന്നാണ്. ആദ്യ സമയത്ത് തന്നെ ഏതാണ്ട് 25ഓളം ഗ്രൂപ്പുകളായിട്ട് ഇവരങ്ങനെ മാറിപ്പോകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ അസാറിക്ക. ഏറ്റവും തീവ്ര സ്വഭാവമായിട്ടുള്ള ഒരു കൂട്ടരായിരുന്നു ഈ അസാറിക്ക എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. അവരിൽപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു. അതാണ് ഏറ്റവും തീവ്ര സ്വഭാവമായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അവരുടെ ആശയങ്ങൾ യോജിക്കാത്തവരെ തക്ഫീർ കൽപ്പിക്കുകയും കാഫിറാക്കി കൊന്നുകളയുകയും ചെയ്യുന്ന ഒരു പതിവാണ് ഇവർക്കുള്ളത്. മറ്റൊരു വിഭാഗക്കാരൻ നജിദാത്ത്. ഈ അസാരിക്ക പോലെ തന്നെ അത്ര കുഴപ്പക്കാരൊന്നുമില്ല, എന്നാലും മോശമൊന്നുമില്ല. പിന്നീട് സാഫ്രിയ. ഇവർ നോർത്ത് ആഫ്രിക്കയുടെ പല ഭാഗങ്ങളിലായിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങനെ തീരെ ക്ഷയിച്ചില്ലാതായി. അതുപോലെ
ഈ അചാരിയ ഉണ്ടായിരുന്നത് അസാരിക്കയിൽ നിന്ന് വിഘടിച്ച വേറൊരു